ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ പോകുന്ന ഈ ഒരു കൊച്ചു യാത്ര സ്പോൺസർ ചെയ്ത അച്ഛനും അമ്മയ്ക്കും താങ്ക്സ് പറഞ്ഞുകൊണ്ട് നമ്മുടെ യാത്ര തുടങ്ങാം. ഓഫ് കോഴ്സ് ഇതൊരു തീർത്ഥാടന യാത്രയാണ് ഗൈസ്. രാവിലെ തന്നെ കൊത്തിപ്പൊക്കി കുറിയിടാൻ വേണ്ടി കുളിപ്പിച്ച് നിർത്തിയ വേദക്കുട്ടി വീണ്ടും ഉറങ്ങുകയാണ് ഗൈസ്. ആദ്യം ഞങ്ങൾ എത്തിയത് പൊങ്കാലയ്ക്ക് ഗിന്നസ് റെക്കോർഡുള്ള നമ്മുടെ ആറ്റുകാൽ ദേവീക്ഷേത്രത്തിലേക്കാണ്. ചെറിയൊരു ക്യൂ നിന്ന് തൊഴുതിറങ്ങി അവിടെയുള്ള ഒരു ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്ന് മസാല ദോശ തട്ടി ഞങ്ങൾ നേരെ പോയത് ഇവിടേക്കാണ്. ശിവനെ നോക്കൂ ഗൈസ്, ഇതാണ് അഴിമല ശിവക്ഷേത്രം. 50 അടിയുള്ള ശിവന്റെ തന്നെ ഗംഗദേശ്വര രൂപത്തിലുള്ള ഈ പ്രതിമയാണ് ഇവിടുത്തെ ഏറ്റവും മെയിൻ അട്രാക്ഷൻ. ഇവിടെ നിന്ന് ഈ കടല് കാണാൻ നല്ല ഭംഗിയാണ്. ഭക്തി എന്നതിലുപരി ഈ സ്കൾപ്ചറും ഇവിടുത്തെ ഈ ബ്യൂട്ടിഫുൾ വ്യൂസും കാണാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ആൾക്കാരും ഇവിടേക്ക് എത്തുന്നത് എന്നതാണ് എൻ്റെ ഒരു കണ്ടുപിടുത്തം. അവിടുന്ന് പാർക്കിംഗ് ഫീസ് 20 രൂപയും കൊടുത്തിട്ട് നേരെ പോയത് 12 കിലോമീറ്റർ അപ്പുറത്തുള്ള മറ്റൊരു ശിവനെ കാണാൻ വേണ്ടിയിട്ടാണ്. ചെങ്കൽ മഹേശ്വരം ശ്രീ ശിവപാർവതി ക്ഷേത്രത്തിലേക്ക്. ദക്ഷിണ കൈലാസം എന്നൊരു പേരുണ്ട്. 111 അടി ഹൈറ്റുള്ള വേൾഡിലെ ഏറ്റവും വലിയ ശിവലിംഗമാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. ഈ ശിവലിംഗത്തിൽ 7 നിലകളിലായി 108ഓളം ശിവലിംഗങ്ങളുണ്ട്. ഏറ്റവും മുകളിൽ കൈലാസവും അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. 150 രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ് ചാർജ്. ഇവിടുന്ന് അങ്ങോട്ട് ഇനി ഫോണോ ക്യാമറയോ യൂസ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ സാറേ ഇനിയുള്ള ഒന്നും കാണാൻ പറ്റൂല. അവിടുന്ന് ഇറങ്ങിയപ്പോൾ ലഞ്ച് കഴിക്കാനെന്ന വ്യാജേന ലുലുമാൾ കൂടി ഞങ്ങളെ തീർത്ഥാടന യാത്രയിൽ കുത്തിക്കയറ്റി. അങ്ങനെ ലുലുമാളിൽ കയറി കുറച്ച് കറങ്ങി ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് വേദൂട്ടിനെ ഞങ്ങൾ ഫൺചൂറയിലേക്ക് കൊണ്ടുപോയി. ഞങ്ങളാണ് ഫൺചൂറ കാർഡ് എടുക്കാനും പറഞ്ഞു. പിന്നെ പാവം വേദൂട്ടിനെ വെറുതെ കുറച്ച് റൈഡിലൊക്കെ കയറ്റി. എന്നിട്ട് വരുന്ന വഴി ചെമ്പഴന്തി കൂടി കയറി. അത് ആക്ച്വലി ഒരു ടെമ്പിൾ അല്ല, ശ്രീനാരായണ ഗുരുവിന് പണ്ട് ജീവിച്ചിരുന്ന ഒരു വീടാണ്. ഇവിടെ പക്ഷേ നല്ല പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആണ്. പുറത്തുനിന്ന് ഒരു സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നല്ല ക്ലിയർ സൈലന്റ് ആയിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ്. ഇപ്പോഴാണെങ്കിൽ മിക്ക അമ്പലത്തിൽ പോയാലും ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ കിട്ടൂല. എല്ലായിടത്തും ആൾക്കാരുടെ തിക്കും തിരക്കും ബഹളങ്ങളായിരിക്കും. അങ്ങനെ ഞങ്ങളുടെ ഈ കൊച്ചു ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. വേദൂട്ടൻ അച്ഛൻ്റെയും അച്ഛമ്മയുടെയും കൈപിടിച്ച് അടുത്ത ലൊക്കേഷനിലേക്ക് പോകാനുള്ള പോക്കാണ്. അവനറിയില്ലല്ലോ ഇന്ന് നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത്.